കേരളം വിധിയെഴുതുന്നു, നിലനിൽപ്പിനായുള്ള രാഷ്ട്രീയ പോരാട്ടവും അനിശ്ചിതത്വത്തിന്റെ മുനമ്പും. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൂര്യോദയത്തിനാണ് നാളെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ യുഡിഎഫും, ചരിത്രത്തിലാദ്യമായി ഒരു മുന്നണിക്ക് മൂന്നാം തുടർച്ച നൽകി ഹാട്രിക്ക് തികക്കാൻ എൽഡിഎഫും അണിനിരക്കുമ്പോൾ ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് ഇരു മുന്നണികളുടെയും നിലനിൽപ്പിനായുള്ള ജീവൻമരണ പോരാട്ടമാണ്. യുഡിഎഫ് ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന അഗ്നിപരീക്ഷയുടെ നാളുകളാണ്. 2016-ലും 2021-ലും നേരിട്ട കനത്ത പരാജയങ്ങൾക്ക് ശേഷം ഇത്തവണയും ഭരണത്തിലേക്ക് തിരിച്ചുവരാനായില്ലെങ്കിൽ യുഡിഎഫ് എന്ന സംവിധാനം തന്നെ തകരുമെന്ന ഭീതി രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നു. തുടർച്ചയായ മൂന്നാം പരാജയം ഘടകകക്ഷികളുടെ കൊഴിഞ്ഞുപോക്കിനും കോൺഗ്രസിനുള്ളിലെ തീപിടിച്ച ആഭ്യന്തര കലഹങ്ങൾക്കും വഴിമരുന്നിടും. പ്രതീക്ഷ: ലോക്സഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വൻ മുന്നേറ്റം നിയമസഭയിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ലക്ഷ്യം: 80 മുതൽ 85 സീറ്റുകൾ വരെയാണ് യുഡിഎഫ് പ്രതീക്ഷിക്കുന്നത്. അനുകൂല തരംഗമുണ്ടായാൽ അത് 95 കടക്കുമെന്നും ലീഗ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. മലപ്പുറം, എറണാകുളം, കോട്ടയം, വയനാട് ജില്ലകളിലാണ് യുഡിഎഫ് പ്രധാനമായും കണ്ണുവെക്കുന്നത്. എൽഡിഎഫ് അസ്തിത്വം നിലനിർത്താനുള്ള പോരാട്ടം. മറുഭാഗത്ത്, പരാജയപ്പെട്ടാൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു സംസ്ഥാനത്തുപോലും ഭരണമില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറും. ബംഗാളും ത്രിപുരയും കൈവിട്ട സാഹചര്യത്തിൽ സിസ്റ്റർ പി എമ്മിന് തങ്ങളുടെ ദേശീയ പ്രസക്തി നിലനിർത്താൻ കേരളത്തിലെ ഭരണം നിലനിർത്തുക എന്നത് അനിവാര്യമാണ്. പ്രതീക്ഷ: 75 സീറ്റുകൾ നേടി നേരിയ ഭൂരിപക്ഷത്തോടെയെങ്കിലും ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന് എൽഡിഎഫ് വിശ്വസിക്കുന്നു. ശക്തികേന്ദ്രങ്ങൾ: തൃശൂർ, കൊല്ലം, കണ്ണൂർ ജില്ലകളിലെ കോട്ടകൾ തകരില്ലെന്നാണ് ഇടതുമുന്നണിയുടെ ഉറച്ച വിശ്വാസം. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഒരു നിശബ്ദ തരംഗമായി മാറിയിട്ടുണ്ടോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. ബിജെപിയും വോട്ട് വിഹിതവും. ഇത്തവണ ബിജെപി ഉയർത്തുന്ന വെല്ലുവിളിയും നിസ്സാരമല്ല. നേമം, പാലക്കാട്, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ അവർ വലിയ അട്ടിമറി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ 12.5% വോട്ട് നേടിയ എൻഡിഎ ഇത്തവണ 16% ഉയർന്നാൽ അത് ആരുടെ വിജയത്തെയാകും തടയുക എന്നത് നിർണായകമാകും. വോട്ട് വിഹിതത്തിലുണ്ടാകുന്ന ചെറിയ വർധനവ് പോലും കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കും. നിർണായക ഘടകങ്ങൾ: വോട്ട് ധ്രുവീകരണവും അടിയൊഴുക്കുകളും. ധ്രുവീകരണം: മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ഉണ്ടായ വോട്ട് ധ്രുവീകരണം ആരെ തുണക്കുമെന്ന് നാളെ ഉച്ചയോടെ വ്യക്തമാകും. സഭകളുടെ നിലപാടുകളും തീരദേശത്തെ പ്രാദേശിക പ്രശ്നങ്ങളും ബാലറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. കണ്ണൂർ സ്ക്വാഡ്: ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം പാർട്ടി കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ യുഡിഎഫ് അണിനിരത്തിയ കണ്ണൂർ സ്ക്വാഡ് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും പോളിംഗ് ശതമാനത്തിലുണ്ടായ മാറ്റവും അടിയൊഴുക്കുകളും ഇടതു കേന്ദ്രങ്ങളിൽ ചെറിയ തോതിൽ ആശങ്ക പരത്തുന്നുണ്ട്. തൂക്കുസഭയും കുതിരക്കച്ചവട ഭീതിയും. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്കുസഭ വന്നാൽ അത് കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങൾക്കും അസ്ഥിരക്കും വഴിതുറക്കും. ചെറിയ പാർട്ടികളുടെയും സ്വതന്ത്രരുടെയും നിലപാടുകൾ സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഇത് ഒഴിവാക്കാൻ കേരളത്തിലെ വോട്ടർമാർ ഒരു വ്യക്തമായ വിധി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. നാളെ രാവിലെ 8-ന് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നതോടെ കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കപ്പെടും. ഭരണവിരുദ്ധ തരംഗമോ, ഭരണത്തുടർച്ചയോ, അതോ അപ്രതീക്ഷിത അട്ടിമറികളോ? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഭരണസാരഥി ആരാകുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു.